ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഞാൻ ഫോറക്സ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏത് ട്രേഡിംഗ് അസറ്റിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നതെന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ട്രേഡിംഗ് 90% ഫോക്കസ് ചെയ്യുന്നത് ഗോൾഡിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗോൾഡിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ആൻഡ് ഗോൾഡിൻ്റെ ലോഡ് സൈസ് എങ്ങനെയാണ്, ഗോൾഡിൽ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഗോൾഡിലെ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ദെൻ അതിൻ്റെ പിപ്സ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ട്രേഡിംഗ് അസറ്റ് മാത്രമല്ല, ഇത് ഒരു ആൾക്കാരുടെ ഒരു വെൽത്ത് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ കൂടിയാണ് ഗോൾഡ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ട്രേഡിംഗ് എലമെൻറ്റിനെയൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗോൾഡ്. ഓക്കെ, അപ്പം എല്ലാ ട്രേഡേഴ്സിനെയും പോലെ നമുക്ക് ഒരു ട്രേഡിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു 3 കാര്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു അസറ്റിന് എപ്പോഴും ഒരു മീഡിയം ടു ഹൈ വോളാറ്റൽ മാർക്കറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഗോൾഡിൽ നമുക്കുണ്ട്. ഗോൾഡിൽ മാത്രമല്ല, നമുക്കിപ്പം ഫോറക്സ് മാർക്കറ്റിൽ ഒരുപാട് കറൻസി പെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം മീഡിയം ടു ഹൈ വോളാറ്റൽ മാർക്കറ്റ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി ലിക്വിഡ് ആയിരിക്കണം. സോ ഫോറക്സ് മാർക്കറ്റ് എല്ലാം ഹൈലി ലിക്വിഡാണ്. ഓക്കെ, അതും ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇപ്പം ഒരുപാട് കറൻസി പെയർസ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്, കൊമോഡിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ മാറ്റി ഗോൾഡ് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ പഠിക്കാൻ വേണ്ടി കൂടിയാണ്, അതിൻ്റെ ആ ഒരു ഗോൾഡിൻ്റെ ക്യാരക്ടർ പഠിക്കാൻ വേണ്ടി കൂടി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് സംടൈംസ് പ്രിഡിക്റ്റബിൾ ആണ്. കാരണം ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്തൊക്കെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ഏകദേശം പ്രിഡിക്റ്റബിൾ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ എന്തെങ്കിലും തരത്തിലുള്ള വേൾഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അത് ആദ്യം ബാധിക്കുക ഗോൾഡിനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സംടൈംസ് നമുക്ക് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് പ്രിഡിക്റ്റബിൾ ആണ്, റൈറ്റ്. ആൻഡ് ഓൾസോ നാലാമത് നമുക്ക് വേറൊരു കാര്യം കൂടി പറയുന്ന സമയത്ത്, ഒരു ട്രേഡറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. ആസ് എ ട്രേഡറിൻ്റെ ലാംഗ്വേജ് ഉണ്ട്. എന്താണ്? പ്രൈസ് ആക്ഷൻ, മാർക്കറ്റിൻ്റെ സൈക്കോളജി, ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ, ദെൻ റെസിസ്റ്റൻസ് ലെവൽ, സപ്പോർട്ട് ലെവൽ, സ്വിങ് ഹൈ, സ്വിങ് ലോസ്, ദെൻ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ. അതും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അസറ്റ് കൂടിയാണ് ഗോൾഡ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോൾഡ് ചൂസ് ചെയ്തത്. 90% എൻ്റെ ട്രേഡുകളും ഗോൾഡിൽ തന്നെ ആയിരിക്കും. അത് തന്നെയാണ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിരിക്കുന്നതും, അത് തന്നെയായിട്ടായിരിക്കും ഞാൻ മുൻപോട്ട് പോകുന്നതും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഗോൾഡ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്ന ഒരു പേരാണല്ലേ ഗോൾഡ്. അപ്പോൾ അത് ഒരു ഇമോഷണൽ അറ്റാച്ച് കൂടി അവിടെ നമുക്കുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഗോൾഡ് തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, പ്രൈസ് ആക്ഷൻ, മാർക്കറ്റ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗോൾഡിൻ്റെ ലോഡ് സൈസ്, ദെൻ പിപ്സ്, എന്താണ് പിപ്സ്, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പല ആൾക്കാർക്കും അതിൽ ഒരു ക്ലാരിറ്റി കുറവൊക്കെ വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഗോൾഡ് നമ്മളിപ്പം ചാർട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സിമ്പിൾ സെർച്ച് ചെയ്താൽ മതി. XAUUSD. ഇതാണ് ഗോൾഡിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ അവസാനത്തെ 3 ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ USD, US ഡോളറാണ്. അതായത് പ്രൈസ് US ഡോളറിലായിരിക്കും ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് AU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗോൾഡിൻ്റെ സിമ്പിൾ, X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമോഡിറ്റി. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ. ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് XAUUSD ഒന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ, XAUUSD സെർച്ച് ചെയ്യുവാണെങ്കിൽ ഗോൾഡ് നമുക്കവിടെ ചാർട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്രോക്കേഴ്സിൻ്റെ ചാർട്ട് ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഏതെടുത്താലും ഓക്കെയാണ്. എല്ലാം ഓൾമോസ്റ്റ് ലൈവ് പ്രൈസ് തന്നെയാണ് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചാർട്ടിൽ എടുത്ത് വെച്ചിട്ട് ഗോൾഡ്. അപ്പോൾ നമ്മൾ ഗോൾഡ് എടുത്തിട്ട് ജസ്റ്റ് ഇപ്പം ലൈവ് മാർക്കറ്റ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2 ദിവസത്തെ ചാർട്ടിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ്, ചാർട്ട് വളരെ ക്ലീനാണ്. ഫസ്റ്റ് റീസൺ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്നത് ചാർട്ട് വളരെ ക്ലീനാണ് അല്ലേ. നമ്മളിപ്പം ഡ്രോ ചെയ്യുവാണെങ്കിൽ ഹയർ ഹൈ ഫോർമേഷനാണ് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ. ഹയർ ഹൈ ഫോർമേഷൻ, റൈറ്റ്. നമ്മുടെ ഇപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ എന്താണ്, ഗ്യാപ്പ് ഡൗണും ഉണ്ട്, ഗ്യാപ്പ് അപ്പ് ഉണ്ട്, ഫ്ലാറ്റ് ഓപ്പണിങ്, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പം ചാർട്ടിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകാറില്ല. ബട്ട് ഇവിടെ ഫോറക്സ് മാർക്കറ്റ്, ഇതിൻ്റെ ടൈമിങ് കൂടി നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24/5 എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് ആഴ്ചയിൽ 5 ദിവസം ഉണ്ടാവും, 24 മണിക്കൂർ റണ്ണിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർട്ടിൽ എപ്പോഴും ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. അത് ട്രേഡേഴ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും.
ട്രേഡേഴ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മൾ ഇതുപോലുള്ള പാറ്റേൺസ് ഒക്കെ വരുന്ന സമയത്ത് ബാക്കിയുള്ള ട്രേഡേഴ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും അവരുടെ സൈക്കോളജി എന്താണെന്നൊക്കെ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനും വേണ്ടി പറ്റും. അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ആകട്ടെ, ദെൻ പ്രൈസ് ആക്ഷൻ മീൻസ് ഇപ്പം സിങ് ഹൈ, സിങ് ലോ, സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ അല്ലേ. പല ആൾക്കാരും സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചാർട്ട് പാറ്റേൺസ് നോക്കി, അതായത് ട്രെൻഡ് ലൈൻ, ചാനൽ പാറ്റേൺ, എം പാറ്റേൺ, ഡബ്ല്യു പാറ്റേൺ, അതൊക്കെ നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നല്ല, ആ പാറ്റേൺസൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്താറുണ്ട്. പിന്നെ SMC, സ്മാർട്ട് മണി കൺസെപ്റ്റ്. സ്മാർട്ട് മണി കൺസെപ്റ്റൊക്കെ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് തന്നെ ഈ ഒരു ഗോൾഡിൽ തന്നെ വേണമെങ്കിൽ പറയാം. അല്ല, ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് തന്നെ ഗോൾഡിൽ തന്നെ വേണമെന്ന് പറയാം, ഫോറക്സ് മാർക്കറ്റിൽ നിന്നാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. റൈറ്റ്, ഇവിടെയാണ് അതിൻ്റെ ഒറിജിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പല തിയറീസും സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ നിന്നാണ്. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ SMC കൺസെപ്റ്റ്, പിന്നെയുള്ള എക്സ്ട്രാ പ്രൈസ് ആക്ഷൻ എന്താണോ അതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് അസറ്റാണ് ഗോൾഡ് എന്നുള്ളത്. ഓക്കെ, അപ്പം ട്രേഡിനെ സംബന്ധിച്ചിട്ട് അത് വളരെ ഈസിയാണ്. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യൻ മാർക്കറ്റ് പോലെ സഡൻ ഡിപ്പോ, സഡൻ സ്പൈക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല ഇതിനകത്ത്. ഉണ്ടാകും, ബട്ട് അത് ന്യൂസ് ബേസ്ഡ് ഒക്കെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ, കറക്റ്റ് പൊസിഷൻ സൈസിങ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ലോട്ട് സൈസ് ആൻഡ് പിപ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നോർമലി ഗോൾഡിൽ നമ്മൾ വലിയ കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് പേർക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നോർമലി മാർക്കറ്റിൽ ഗോൾഡ് ട്രേഡിങ്ങിൽ 3 ലോട്ട് സൈസ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി 1 ആണ്. 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ounce എന്നാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ 1 എന്ന് ഓർത്തിരിക്കുക. ദെൻ രണ്ടാമത്തെ ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിയാണ്. സോ മിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.1. മൂന്നാമത്തെ ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ആണ്. ദാറ്റ് മീൻസ് 0.01. അപ്പോൾ ഏറ്റവും ചെറിയ ലോട്ട് സൈസ് നമുക്ക് ബൈ ചെയ്യാൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മൈക്രോ ആണ്, 0.01. ഇൻ കേസ് നിങ്ങൾ മൈക്രോ ലോട്ട് ഇവിടെ ബൈ ചെയ്തു. ഓക്കെ, ബൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏകദേശം ഇത്രയും പോയിന്റ് ഇവിടെ ക്യാപ്ചർ ചെയ്തെന്ന് വിചാരിക്കുക. 4.51 പോയിന്റ് അല്ലേ, 4.51 പോയിന്റ് നോർമലി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ പറയുന്ന പോലെ. അത് ആക്ച്വലി 450 പോയിന്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് എത്ര പോയിന്റാണ് ക്യാപ്ചർ ചെയ്തത്? 0.01. അതാണ് നമ്മുടെ ലോട്ട് സൈസ്. ഇൻറ്റു 451 എന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം $4.5 ആണ് നിങ്ങളുടെ പ്രോഫിറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ മൈക്രോ ലോട്ടാണ് ബൈ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ മിനി ലോട്ടാണ് ബൈ ചെയ്യുന്നതെങ്കിൽ മിനി ലോട്ടിൻ്റെ സൈസ് 0.1 ആണ്. ഇൻറ്റു 450. അപ്പോൾ ഏകദേശം $45 നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ സ്റ്റാൻഡേർഡ് ലോട്ടാണ് ബൈ ചെയ്യുന്നതെങ്കിൽ 1 × 450 ഏകദേശം $450 നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ആക്ച്വൽ ലോട്ട് സൈസിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ എത്ര പോയിൻ്റാണ് ഉള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്തതനുസരിച്ച് ഇത് നിങ്ങളുടെ ലോട്ട് സൈസ് കൂട്ടിയാൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇൻ കേസ് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ പോയിന്റ് ക്യാപ്ചർ ചെയ്യുന്നത്, ഇവിടെ 4.51 ആണെങ്കിൽ നിങ്ങൾ ഈ ലോട്ടാണ് ബൈ ചെയ്യുന്നതെങ്കിൽ 1 × 4.51 അതായത് $4 നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി. ഇനി 0.1 ആണ് ലോട്ട് സൈസ്, 0.1 ആണ് ലോട്ട് സൈസ് എങ്കിൽ നിങ്ങൾ എത്ര പോയിൻ്റാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഒരു പുതിയൊരു ട്രേഡ് എടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ നിന്നൊരു ബൈ എൻട്രി എടുത്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 6 പോയിൻ്റ്, അതായത് ഏകദേശം 60 പിപ്സ് ആയിട്ട്. ഓക്കെ, അതിൽ വലിയ കൺഫ്യൂഷൻ ആവില്ല. 6 പോയിൻ്റ് തന്നെ എടുക്കാം. അപ്പോൾ 6 പോയിൻ്റ് ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഞാനിപ്പം ലോട്ട് സൈസ് മിനി ലോട്ടാണ് ബൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് എത്ര ലോസ് നമുക്ക് അവിടെ ഉണ്ടാകും? ഏകദേശം $60 എനിക്ക് നഷ്ടമായിട്ട് വരും. എങ്ങനെയാണ്? 10 × 6 $60 എനിക്ക് നഷ്ടമായിട്ട് വരും. റൈറ്റ്, ഇൻ കേസ് ഞാൻ ഈ ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് ബൈ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു $600 എനിക്ക് നഷ്ടം വരും. ഓക്കെ, ഇതാണ് നോർമലി ഗോൾഡിൻ്റെ ഒരു
ലോട്ട് സൈസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ജസ്റ്റ് നിങ്ങളുടെ ഡയറിയിൽ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുക. കാരണം നിങ്ങൾക്ക് ഇത് ഒന്ന് ലേൺ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ആദ്യം ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിൽ പോലും പിന്നീട് അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് കറക്റ്റായിട്ട് പൊസിഷൻ സൈസിങ് ചെയ്യണമെങ്കിൽ ഈ ലോട്ട് സൈസും ആൻഡ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതിനനുസരിച്ചല്ലേ നമുക്ക് പൊസിഷൻ സൈസിങ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും മാനേജ് ചെയ്യുക, ഒന്ന് ഡയറിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിനുശേഷം മാത്രം ട്രേഡുകൾ കൺസിഡർ ചെയ്യുക. ഇതാണ് ഗോൾഡിൻ്റെ ലോട്ട് സൈസും ആൻഡ് പിപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഗോൾഡ് ചെയ്യുന്നുള്ളതും. പേഴ്സണലി ഞാൻ 90% എൻ്റെ ഫോക്കസും ഗോൾഡിൽ മാത്രമാണ്. അതിനുള്ള റീസൺ പറഞ്ഞു, പ്രൈസ് ആക്ഷനൊക്കെ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ്, ഈവൻ ഞാൻ യൂസ് ചെയ്യുന്ന ലെവൽസ് ഇപ്പം ADR ആണെങ്കിലും വോളിയം പ്രൊഫൈൽ ആണെങ്കിലും. സോ വോളിയം പ്രൊഫൈൽ ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, വോളിയം പ്രൊഫൈൽ ബൈ മല്ലു ട്രേഡർ. ഓക്കെ, അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ മതി, ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു മൂവ്മെൻറ്റ് റിവേഴ്സിൽ വരുന്ന കാണാം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് സെറ്റപ്പിൽ എടുത്താലും ശരി, അത് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഇത് ഗോൾഡിനും വർക്ക് ചെയ്തിട്ടുണ്ടാകും. റൈറ്റ്, സോ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് സെലക്ട് ചെയ്ത് തന്നെ. അപ്പം ഇനി വരുന്ന വീഡിയോയിൽ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഗോൾഡ് ട്രേഡിംഗ് സെറ്റപ്പ്, ഒരു ഗോൾഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വരുന്ന സൺഡേ, നെക്സ്റ്റ് 2 ഡേയ്സിൽ തന്നെ. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ലൈക്ക് തരിക ആൻഡ് ഒരു കമൻറ്റ് കൂടി ചെയ്യുക. സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.